KGF ചിത്രങ്ങളുടെ ആകാശവലിപ്പമുള്ള വിജയത്തിന് ശേഷം യാഷ് നായകനായി അവതരിക്കുന്ന ടോക്സിക് ഈ തിരുവോണ നാളിൽ പ്രദർശനത്തിന് എത്തുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിവിൻ പോളി നായകനായ ബേത്ലഹേം കുടുംബ യൂണിറ്റ് വലിയ വിജയം നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ തന്നെയാണ് ടോക്സിക്കും പ്രദർശനത്തിനെത്തുന്നതെന്നത് കൗതുകകരമായ ഒരു വസ്തുത തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച എത്രയോ സംവിധായകർ യാഷിനെ നായകനാക്കി ഒരു സിനിമ ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു വേളയിലാണല്ലോ നമ്മുടെ സ്വന്തം ഗീതു മോഹൻദാസിന് ആ മഹാഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത്. സിനിമയുടെ ഒരു പ്രൊമോഷണൽ ഇവൻറ്റിൽ ഗീതു മോഹൻദാസ് തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് നാം കേട്ടതുമാണല്ലോ. ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകർ തന്നെയാണ് ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചു പോരുന്നത്. 3 മണിക്കൂർ 15 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയിൽ യാഷ് ഇരട്ട വേഷത്തിലാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നൊരു വാർത്തയും വരുന്നുണ്ട്. സാധാരണ ഇത്തരം ഹീറോ ഓറിയൻറ്റഡ് കൊമേഴ്ഷ്യൽ ചിത്രങ്ങളിൽ ഗാനരംഗങ്ങളിൽ വന്നു പോകാനാണ് പലപ്പോഴും നായികമാരുടെ വിധി. പക്ഷേ ഈ സിനിമയിൽ ഒന്നിലേറെ നായികമാർക്ക് അഭിനയ പ്രാധാന്യമുള്ള വലിയ സ്പേസ് തന്നെ സംവിധായിക കൊടുത്തിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്ന ഒരു വലിയ സന്തോഷകരമായ വാർത്ത. ഇന്ത്യയിലെ വിദേശത്തുമുള്ള എത്രയോ ലൊക്കേഷൻസിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ വലിയ ബഡ്ജറ്റിലുള്ള ഈ സിനിമയിൽ അതർഹിക്കുന്ന ആകാശവലിപ്പമുള്ള ഒരു വിജയം തന്നെ നേടിയെടുക്കട്ടെ. ആശംസകൾ. നിർത്തുന്നു പ്രൊഫസർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന ഹമ്പിൾ റിക്വസ്റ്റോടെ.